എല്ലാം കഴിഞ്ഞിട്ട് താലി കെട്ടി അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് കല്യാണത്തിന് ഇഷ്ടപ്പെട്ടില്ലേ? ഞാനിങ്ങനെ സന്തോഷത്തോടെ കെട്ടിട്ട് നോക്കിയപ്പോ കരയുന്നു, ചുറ്റും നോക്കിയ മൊത്തം കരച്ചില്. നമ്മള് ഫോട്ടോ എടുത്തായിരുന്നു, ഞങ്ങളെ ഗ്രൂപ്പ് ഫോട്ടോ. ഈ ചേട്ടന്റെ ഫോണിലാണ് എടുത്തേ. അപ്പൊ അയച്ചു തരാൻ പറഞ്ഞിട്ട് പിന്നെ തുടങ്ങിയത്. പിന്നെ തലവേദന. ഈ ഫോട്ടോ അയച്ചു തുടങ്ങലാണ് എല്ലാവരുടെയും പരിപാടി. ഞാൻ അങ്ങനെ വിചാരിച്ചെടുത്തല്ല കേട്ടോ. കൊള്ളാ. കിടക്ക കണ്ടു കഴിഞ്ഞാല് ശവമാകുന്ന ആൾ ഞാൻ. ഓഫ് കോഴ്സ്. ആർക്കാണ് ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്നത്? എനിക്ക്. രാവിലെ എഴുന്നേറ്റുണ്ട് ആദ്യം ഫോൺ നോക്കുന്നത് ഞാൻ. ആർഗ്യുമെന്റ്സില് വാശി പിടിച്ച് ജയിക്കുന്നതാരാ? ഞാൻ. അത് ഞാൻ. ഇത് പാവം തോന്നി മനുഷ്യൻ. എവിടെയെങ്കിലും പോകുമ്പോ റെഡി ആവാൻ കൂടുതൽ ടൈം എടുക്കുന്നത് ഞാൻ. ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? അനുവേട്ടൻ. ആർട്ടിസ്റ്റ് ആണ്, ഒരു മീഡിയ പേഴ്സൺ ആണ്, ആക്ടർ ആണ്, ഡാൻസർ ആണ്. ഓക്കെ, എല്ലാം മാറ്റിവെച്ച ആസ് എ പേഴ്സൺ പാർവതി ആരാണ്? പാർവതി ഭയങ്കര മെച്ചൂർഡുള്ള ആളാണ് കേട്ടോ. കാരണം ഈ പ്രായത്തിൽ കൂടുതൽ മെച്ചൂർ, അതാണ് എന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള കാര്യം. ആദ്യം ഞാൻ ഭയങ്കര കണക്റ്റഡ് ഒന്നും അല്ലായിരുന്നു ചേച്ചിയായിട്ട് ചെറുപ്പത്തിലെ. പിന്നെയാണ് എന്റെ ആണെന്ന് മനസ്സിലായ ആ ഒരു ബോധം ഉണ്ടല്ലോ, അത് റിയലൈസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അവളുടെ ഒരു സെക്കൻഡ് അമ്മ ഞാൻ തന്നെയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ ഏൽപ്പിച്ചിട്ട് പോയ കുഞ്ഞാ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. കല്യാണത്തിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ഹോളിലായിരിക്കണം, ഇന്ന സ്ഥലത്തായിരിക്കണം, ഇന്ന ഡ്രസ്സ് ആയിരിക്കണം, ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണം എന്നൊക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ടൈം കോൺട്രിബ്യൂട്ട് ചെയ്തതാരാ? രണ്ടുപേരും ഒരുപോലെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ രണ്ടും തന്നെ മൊത്തം പ്ലാൻ ചെയ്തത്. വീട്ടുകാരുടെ ഇൻവോൾവ്മെന്റ് വളരെ കുറവായിരുന്നു. ഇപ്പൊ ഹോളായാലും അതുപോലെ ഫുഡ് ആയാലും ഇവന്റ് ആയാലും എല്ലാം നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തത്. പിന്നെ അവസാന നിമിഷം കുറച്ച് ഓട്ടം വന്നു. കാരണം പാർവതിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി, കുറച്ച് ദിവസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരിക്ക് ഇറങ്ങി പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് കുറച്ച് ദിവസം ആ സമയത്താണ് എല്ലാം ഓടി പിടിച്ചത്. ഞങ്ങളെല്ലാം ലാസ്റ്റ് മിനിറ്റിന്റെ ആൾക്കാരാ. അപ്പം ഞങ്ങൾ നേരത്തെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ഇവന്റ് അല്ല, നമ്മൾ എന്താ നേരത്തെ ഓഡിറ്റോറിയം മാത്രമേ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളായിരുന്നു. ബാക്കി ഒന്നും പ്ലാൻഡ് അല്ല. പിന്നെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ചെയ്ത ടീംസ് തന്നെയാണ് കല്യാണം ചെയ്ത. ഫുഡ് ഒഴിച്ച് ബാക്കി എല്ലാവരും എൻഗേജ്മെന്റ് ചെയ്ത ടീമാണ്. പിന്നെ അത്രയും റഷ് ഉണ്ടായിരുന്നില്ല. പിന്നെ കോസ്റ്റ്യൂമിന്റെ കാര്യം, അനുവാടിന്റെ കോസ്റ്റ്യൂം ഒക്കെ ലാസ്റ്റ് മൂമെന്റാ പോയി എടുത്തേ. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ കാലിന്റെ പ്രശ്നമൊക്കെ കാരണം കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു. പിന്നെ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ അനുബാട്ടനും എനിക്ക് വയ്യാണ്ടിരുന്നപ്പോൾ ഫുള്ള് ടേക്ക് കെയർ ചെയ്ത പുള്ളിയാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. രണ്ടുപേരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കല്യാണ ദിവസമായി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം ഇപ്പൊ പറയാൻ പറഞ്ഞത് എന്തായിരിക്കും? ആ കല്യാണ ദിവസം ഞാൻ എസ്പെഷ്യലി നിങ്ങളുടെ മാരേജിന്റെ വീഡിയോ കാണുമ്പോഴത്തേനും യു ആർ ക്രൈം. ഓക്കെ, താലി കെട്ടുന്ന സമയത്ത് കരയുമായിരുന്നു ആള്. സോ എന്താണ് ആ ഒരു മൊമെന്റിനെ പറ്റി സംസാരിക്കാനുള്ളത് പറഞ്ഞിരിക്കും? ആ ഒരു മൊമെന്റ് എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, എന്താ കരഞ്ഞേന്ന് ചോദിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. മേ ബി കുറെ മിക്സ്ചർ ഓഫ് ഇമോഷൻസ് വരുന്ന ഒരു സമയമാണ്. കുറെ ആൾക്കാരെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടന്റെ വീട്ടിലാണല്ലോ. ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും നമ്മൾ അവിടെ പോവുമല്ലോ. ആ ടൈം എനിക്ക് ചേച്ചീനെ ഇട്ടിട്ട് വരാനൊന്നും പറ്റത്തില്ല. ഞാൻ അവളായിട്ട് ഭയങ്കര കണക്റ്റഡാ. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇതായി. കാരണം അയ്യോ ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. ആ ഒരു ഇതുണ്ടായിരുന്നു. അതിൽ ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കായിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും നാൾ ആഗ്രഹിച്ചിരുന്നവരുടെ കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അതെല്ലാം ഓവർകം ചെയ്തിട്ട് ഇനി അങ്ങോട്ട് കൂടെ ഉണ്ടാവുമല്ലോ. ഒഫീഷ്യലി എന്റെ ആണെന്നുള്ള ഒരു സംഭവം വരുമല്ലോ. ആ ഒരു ഇമോഷൻ ഉണ്ട്. അങ്ങനെ കുറെ ഇമോഷൻസ്, മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ആയിരുന്നു. എന്താ തോന്നി നമുക്ക് ആള് കരയുന്നുണ്ടപ്പോ? അത് ഭയങ്കര കോമഡി ആട്ടോ. എന്റെ അടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് താലി കെട്ടി എന്നെ ഇങ്ങനെ എന്തോ പിടിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് കല്യാണത്തിന് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഞാൻ നോക്കുമ്പോഴേ ഞാനിങ്ങനെ സന്തോഷത്തോടെ എല്ലാരും സന്തോഷം നിൽക്കുന്നു. പാർവതി ഞാനിങ്ങനെ കെട്ടിട്ട് നോക്കിയപ്പോ കരയുന്നു, ചുറ്റും നോക്കിയ മൊത്തം കരച്ചില് താഴെ. അപ്പൊ ഞാൻ ഇവർക്കൊന്നും ഇഷ്ടമല്ലേ കല്യാണം കഴിച്ചത്? അതെ, എന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചോദിച്ചു. ബാക്കിൽ അനുബാട്ടിന്റെ അമ്മയും കരയുമായിരുന്നു. താല്പര്യം അതെങ്ങനെ പിന്നെ നമുക്ക് ആ സിറ്റുവേഷൻ മറന്നു പോയിട്ടോ, ലവ് മാരേജ് ആണെന്ന് മറന്നു പോയി. എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? നമ്മൾ ഓൾറെഡി ആദ്യത്തെ കല്യാണല്ലേ, നിൽക്കല്ലേ, അതിനിടയ്ക്ക് ആളിന് കരയുക. ഞാൻ പോയപ്പോ നല്ല ഹാപ്പി ഫേസ്, ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് തിരിഞ്ഞപ്പോ കരയുക. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഷോക്കായി. ഞാൻ മനസ്സിലായി സന്തോഷം എല്ലാം കൂടി ഉള്ളൊരു ഈ പറഞ്ഞ പോലെ മിക്സ്ചർ ഓഫ് ഇമോഷൻ ആണ് ആ സമയത്ത്. ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള് സിസ്റ്ററുമായിട്ട് അധികം ഒരുപാട് കണക്റ്റഡ് ആണെന്നുള്ളത്. അപ്പൊ കല്യാണത്തിന് അടുത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒത്തിരി പ്രാവശ്യം എടുത്ത് കണ്ട ഒരാളാട്ടോ. അപ്പോ എങ്ങനെയാണ് സിസ്റ്ററുമായിട്ടുള്ള ഒരു ബോണ്ട് ചെറുപ്പം തൊട്ടേ?
മിസ് ചെയ്യുന്നില്ലേ? അല്ലെ സിസ്റ്ററിന് മിസ്സിംഗ് ഉണ്ടാവില്ലേ ഇപ്പൊ വേറെ സ്ഥലത്താണുള്ളത്? ആദ്യം ഞാൻ ഭയങ്കര കണക്റ്റഡ് ഒന്നും അല്ലായിരുന്നു ചേച്ചിയായിട്ട് ചെറുപ്പത്തിലെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മുടെ അമ്മ മൂത്ത കുട്ടീനെ സ്നേഹിക്കുമ്പോ നമ്മൾ ചോദിക്കത്തില്ലേ എന്നെ എന്താ കളഞ്ഞു കിട്ടിയതാണോ, അങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ. അപ്പൊ അതുപോലെ എനിക്ക് അവള് വയ്യാത്തയാന്ന് എനിക്ക് അറിയാം, പക്ഷെ എങ്കിൽ പോലും ഞാൻ അത് മൈൻഡ് ചെയ്യാതെ ഞാൻ ചോദിക്കും എന്നെ എന്താ അപ്പൊ ദത്തെടുത്താണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. അതിനുള്ള ഇതില്ലായിരുന്നു. ആ ടൈമൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടൊക്കെ ഞാൻ നിൽക്കുമായിരുന്നു. പിന്നെയാണ് എന്റെ ആണെന്ന് മനസ്സിലായ ആ ഒരു ബോധം ഉണ്ടല്ലോ, അവൾ അങ്ങനെ ആയത് അവളുടെ കുറ്റം കൊണ്ടല്ലല്ലോ, അത് റിയലൈസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അവളുടെ ഒരു സെക്കൻഡ് അമ്മ ഞാൻ തന്നെയാണ്. അത് ഇപ്പം കുറേ പേര് എനിക്ക് പറഞ്ഞു മീഡിയ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ അമ്മ ഇല്ലെങ്കിൽ അവളെ ടേക്ക് കെയർ ചെയ്യുന്ന ഞാനാ. അതിനു മുമ്പ് അച്ഛനുണ്ടാ, എൻ്റെ ഫാദർ പാസ്ഡ് ആയി. അച്ഛൻ ഉണ്ടായിരുന്ന സമയത്തും അച്ഛനാ നോക്കിക്കൊണ്ടിരുന്നത്. ഞാനും അമ്മയും പുറത്തോട്ട് പോകുമ്പോൾ അച്ഛനാ നോക്കിയത്. അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ ഏൽപ്പിച്ചിട്ട് പോയ കുഞ്ഞാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നേ വരെ എപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. അവളില്ലെങ്കിൽ എനിക്ക് എന്റെ ലൈഫ് എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. അത് ഞാൻ അനുവേട്ടൻ പ്രപ്പോസ് ചെയ്ത സമയത്ത് അനുവേട്ടനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും. കാരണം നമ്മുടെ പേരൻസിന്റെ ലൈഫ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവളെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നാൽ എനിക്ക് ഓക്കെ ആണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഈ റിലേഷൻഷിപ്പ്. അതാ ഞാൻ പറഞ്ഞ കുറേ സ്ട്രഗിൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ അവള് നമ്മുടെ ആദ്യത്തെ കുഞ്ഞാന്ന് പറഞ്ഞു. അതോടെ തന്നെ ഞാൻ ഫ്ലാറ്റായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവളെന്ന് പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അങ്ങനെയാണ്, അവളെ വേണ്ടാത്ത ആരും എനിക്കും വേണ്ട, അങ്ങനത്തെയാണ്. അമ്മയെ പോലെ അത് കഴിഞ്ഞിട്ട് എനിക്കുള്ളൂ. അതെ. ഇല്ല, ചേട്ടൻ വന്നതിന് ശേഷമാണ് അവള് ഇവര് വരുന്ന ടൈമിന് മുമ്പേ വരെ ഓട്ടിസ്റ്റിക് ആണ്. ആ ടൈം കുഞ്ഞ് ഭയങ്കരമായിട്ട് വീക്കായിരുന്നു, നമുക്ക് കിട്ടൂല എന്നുള്ള രീതിയിൽ ഇരിക്കുവായിരുന്നു. അത്രയും ഓട്ടിസ്റ്റിക്കാ. അപ്പം ഭയങ്കരമായിട്ട് ഡൗൺ ആയി, കഴുത്തൊക്കെ ഭയങ്കര പ്രശ്നമായി, അങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പം ഇവര് വരുന്നതിന് മുമ്പേ വയ്യായിക ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഞാനും അമ്മ, അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാറുള്ളൂ. അപ്പൊ എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവളെപ്പോഴും വീട്ടിൽ തന്നെയാണ്. ഇവര് വന്നതിന് ശേഷമാണ് ഇവര് പുറത്ത് കൊണ്ടുപോകാൻ തുടങ്ങിയത്. ഇവരുടെ കൂടെ കാറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനുശേഷം കുറേ മാറ്റം. ചേട്ടന്റെ അനിയനായിട്ട് ഭയങ്കര കണക്റ്റഡാ. അപ്പൊ അവനെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ചേഞ്ചസ് ആ. അപ്പൊ ഞങ്ങളത് ഡോക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ മാത്രമാണ് ചേഞ്ചസ് വരുന്നതെങ്കിൽ ആ വ്യക്തിയായിട്ട് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവരെ ഫാമിലിയെ കാണുമ്പോൾ അവള് ഭയങ്കര ഹാപ്പിയാ. അപ്പൊ അതുകൊണ്ട് കുറേ ചേഞ്ചസ് വന്നു. അപ്പൊ എന്റെ ചേച്ചിയെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരാള് അനുവേട്ടൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരൻ്റെ അടുത്തും ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലിയായിട്ട് ഞാൻ പറഞ്ഞ ഫാമിലിയായിട്ട് ഞങ്ങൾ ഭയങ്കര കണക്റ്റഡാ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കാര്യമായി ഇവരെ ഫാമിലിയൊക്കെ. അതാ എനിക്ക് അത്ര ഇമോഷണൽ ആയി പോയത്. ഇല്ല, ഞങ്ങള് ഇപ്പൊ ഇന്ന് വരുന്നല്ലേ, ഇത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടന്റെ ഫാമിലിയും പറഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ കാരണം അവർക്ക് എന്തെങ്കിലും ആശം വന്ന് അവിടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു നീ നിന്റെ വീട്ടിൽ തന്നെ നിന്നോ, എന്റെ ചേട്ടൻ തിരിച്ചു വരുമ്പോഴത്തേക്കും കോഴിക്കോട് നിന്ന് വരുമ്പോൾ മാത്രം അവിടെ, കാരണം അവിടെയും എല്ലാവരും വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാ, അച്ഛനും അമ്മയും ബ്രദറും എല്ലാം വർക്കിംഗ്, അവിടെ ആരും ഇല്ലല്ലോ, എന്റെ വീട്ടിൽ നിന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. താങ്കളോട് ചോദ്യം ചോദിക്കാം. ഇപ്പോ ആർട്ടിസ്റ്റ് ആണ്, ഒരു മീഡിയ പേഴ്സൺ ആണ്, ആക്ടർ ആണ്, ഡാൻസർ ആണ്, ഓക്കെ, ഇതൊക്കെ നമുക്ക് മാറ്റി നിർത്താലോ. എല്ലാം മാറ്റി വെച്ച ആസ് എ പേഴ്സൺ പാർവതി ആരാണ്? പാർവതി അങ്ങനെ ചോദിച്ചാൽ പാർവതി ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. കാരണം ഈ പ്രായത്തിൽ കൂടുതൽ മെച്യൂർ, അതാണ് എന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള കാര്യം. പ്രായത്തിൽ കൂടുതലായിട്ടുള്ള മെച്യൂരിറ്റി. ഈ പറഞ്ഞ അച്ഛൻ മരിച്ചു അതിന് ശേഷം കുടുംബത്തിന് നേരെ കൊണ്ടുപോകുന്നു, ഈവൻ ഏൺ ചെയ്യുന്നുണ്ട് ഒക്കെ, അല്ലെങ്കിൽ കൂടിയും റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് ഈ കുഞ്ഞു പ്രായത്തിൽ എടുക്കാൻ കാണിച്ചൊരു മനസ്സ്, അതുപോലെ ആൾക്കാർക്ക് സംസാരിക്കുന്ന രീതിയും, അത് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവും. പാർവതി തങ്കക്കുടമാണ്. അതെ, ഇതെല്ലാം മാറ്റി വെച്ചാലും അല്ല, ഇതൊന്നും അല്ല പാർവതി സ്പെഷ്യൽ ആക്കുന്നത്, ക്യാരക്ടർ തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ആക്ടറാണ്, ഡാൻസറാണ്, അതൊന്നും അല്ല പാർവതി സ്പെഷ്യൽ ആക്കുന്നത്, പുള്ളിക്കാരുടെ ക്യാരക്ടർ തന്നെയാണ്. ഈ ഷൂട്ടും ഇല്ല, വേറെ ഒരു പരിപാടി ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒഴിവ് സമയം എങ്ങനെയാ സ്പെൻഡ് ചെയ്യുക? വീട്ടിലാവുമ്പോൾ ഓഫ് കോഴ്സ് ഫാമിലി ആയിട്ട് തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാത്ത ടൈം ആണെങ്കിൽ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു പിള്ളേരെ. 10th വരെയുള്ള കുഞ്ഞു പിള്ളേരെയൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു, അങ്ങനെ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ TV കാണും, ഫോണ് നോക്കും, ഫോണ് തോണ്ടിരിക്കും, പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല. ഇതൊക്കെ തന്നെയാ. പഠിക്കുന്നുണ്ട് ഞാനിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഇപ്പൊ MBA ചെയ്യുവാണ്. അല്ലാതെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. നിങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ഓർത്തെടുക്കാൻ പറ്റും? ആദ്യം കണ്ടത്, ആദ്യം സംസാരിച്ചത് എങ്ങനെയാ? ആദ്യം കണ്ടത് ഞാനും എന്റെ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് ഹരി എന്ന് പറഞ്ഞിട്ട്. ഞാനും ഹരിചേട്ടനും കൂടെ ഇവിടെ നിന്ന് മ്യൂസിയത്തിന്റെ അടുത്തല്ലേ, മ്യൂസിയത്തിന്റെ അടുത്ത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്, നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ ഫുഡ് ചെയ്യാം, ഞങ്ങൾ കഴിക്കാറുണ്ട് എപ്പോഴും ഇങ്ങനെ കടകളെ ഓറും കയറി ഇറങ്ങി കഴിക്കുന്ന പരിപാടിയാ. അപ്പൊ അവിടെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് സ്കൂട്ടറേ ഉള്ളൂ, ഹരിചേട്ടനും ഞാൻ എനിക്ക് സ്കൂട്ടറേ ഉള്ളൂ. അപ്പൊ വലിയ കാറൊക്കെ കൊണ്ട് നിൽക്കുക, ഭയങ്കര കാറുള്ള അഹങ്കാരമൊക്കെ അപ്പൊ ഞങ്ങള് ചേട്ടന്റെ കാറിലാണ് പോയത്. അപ്പൊ അത് ആദ്യം തന്നെ ഫ്രണ്ട് സീറ്റിന് വേണ്ടിട്ട് അടിയായിരുന്നു, ഞാനും ഹരിയും കൂടെ. അപ്പൊ ആരെങ്കിലും ഒരാൾ കയറി തൊലാന്ന് പറഞ്ഞു, അങ്ങനെ കേറി. അങ്ങനെയാണ് ഫസ്റ്റ് മീറ്റ്. ഫ്രണ്ട് സീറ്റ് കയറിയതാ, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, പിന്നെ അങ്ങോട്ട് ഫ്രണ്ട് സീറ്റ് ഇറങ്ങിയിട്ടില്ല. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടപ്പോ തന്നെ ഈ ക്രഷ് അടിച്ചായിരുന്നു? ഇല്ല. അപ്പൊ ഫ്രണ്ട്സ് ആയി, അല്ല ആദ്യം ഫ്രണ്ട്സ് ഒന്നും ആയില്ല. നമ്മൾ എങ്ങനെ ഫസ്റ്റ് സംസാരിച്ചു, നമ്മൾ ഫോട്ടോ എടുത്തായിരുന്നു, ഞങ്ങളെ ഗ്രൂപ്പ് ഫോട്ടോ. ഈ ചേട്ടന്റെ ഫോണിലെടുത്തേ. അപ്പൊ അയച്ചു തരാൻ പറഞ്ഞിട്ട് പിന്നെ തുടങ്ങിയത്, പിന്നെ തലവേദന. ഈ ഫോട്ടോ അയച്ചു തുടങ്ങലാണ് എല്ലാവരുടെയും പരിപാടി പൊതുവെ. ശരിയല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് പെൺകുട്ടികളോട് അറ്റാച്ച്ഡ് ആവാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ. ഞാൻ അങ്ങനെ വിചാരിച്ചെടുത്തല്ലോ കേട്ടോ. ആദ്യമായിട്ട് എടുക്കുന്ന ഫോട്ടോ ആളുടെ ആയിരിക്കില്ലല്ലോ. അല്ല, ഇഷ്ടംപോലെ എടുത്തിരിക്കുന്നത്. പഠിച്ച ആള്. ഓക്കെ, നമുക്ക് ഇനി ഒരു റാപ്പിഡ് ഫയർ റൗണ്ടിലോട്ട് പോവാം. ഓക്കെ, ഇത് നിങ്ങളുടെ കമ്പാറ്റിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. കിടക്ക കണ്ടു കഴിഞ്ഞാല് ശവമാകുന്ന ആൾ ഞാൻ. ആദ്യം ഉറങ്ങുന്നത് ഞാൻ, താമസം എഴുന്നേൽക്കുന്നത് ഞാൻ. എനിക്ക് അങ്ങനെ ഉറക്കം വരാറില്ലേ, പക്ഷെ അല്ല അങ്ങനെയല്ല, മയക്കം മാത്രം. അങ്ങനെയല്ല, എനിക്ക് ഉറക്കം ഭയങ്കര കുറവാ. പക്ഷെ എവിടെയെങ്കിലും പോയി വണ്ടിയിൽ ഇരിക്കുമ്പോ ഞാൻ ഇപ്പൊ ഉറങ്ങും. വണ്ടിയിൽ കയറി ഇരുന്ന എനിക്ക് ഉറങ്ങണം. ഉറങ്ങും. ഇവരൊക്കെ സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുമ്പോ എനിക്ക് ആ സീറ്റിലിരുന്ന് ഇങ്ങനെ ഉറങ്ങണം. അതാണ് എന്റെ മെയിൻ. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് കയറിയ സമയത്തോടെ ഇരുന്ന് ഉറങ്ങിയ ആളാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നല്ല, ഉറങ്ങണം. ആ സമയത്ത് നമുക്ക് ഉറക്കം വന്നാൽ ഞാൻ ഇമ്പോർട്ടൻസ് കൂടുതൽ ഉറക്കത്തിന് കൊടുക്കത്തില്ല. പിന്നെ ഉറക്കം വന്നില്ലെങ്കിലും സ്ഥലമൊക്കെ പിന്നെ ഉറക്കം വരുന്നുള്ളതാണ് എന്റെ ഒരു ലോജിക്. പിന്നെ എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോ ഉറക്കം വരും. ഓക്കെ, ആർക്കാണ് ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്നത്? എനിക്ക്. എന്തൊരു മറ്റേ ഭയങ്കര ആത്മാർത്ഥതയോടെയാണ് ആൻസർ പറയുന്നത്. അല്ല, അനുപേണ ക്ഷമയ്ക്കുള്ള പ്രൈസ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കും. സത്യം പറയാനല്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, അതൊക്കെ സഹിച്ച് ലാസ്റ്റ് ദേഷ്യം വരും, പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടി. വേറൊന്നും പറയത്തില്ല, ഇത്രേ പറയൂ. ഇത്രേ ഉള്ളൂ. എനിക്ക് ദേഷ്യം ചിന്തിക്കാണ്ട് ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കുന്നത് പാർവതി. അങ്ങനെയല്ല, ആവശ്യമെങ്കിൽ ചിലവാക്കും. അതെ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, എന്റെ പേഴ്സണൽ നീഡ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെയും അനാവശ്യമായിട്ട് ഒരു എക്സ്പെൻസും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി ഷൂട്ടിന് വേണ്ടി ഒത്തിരി കോസ്റ്റ്യൂംസും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഫുൾ ഫാമിലിക്ക് വേണ്ടിട്ട് എല്ലാവർക്കും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിലേ അല്ല, മിസ്യൂസ് അല്ല, പറയും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, നാളെ ഇവരാരും കൊണ്ട് തരത്തില്ല. അങ്ങനെയല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താന്നറിയോ, ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ആണെങ്കിൽ പോലും ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളതും കൂടെ കൊടുത്തിട്ട് വരും. ആ ഒരു ക്യാരക്ടറാണ് ഞാൻ. പറയുന്ന ആളാ ഇതും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പം എന്റെ അടുത്ത് പറയും കാശ് സേവ് ചെയ്ത് വെക്കണം, ചെലവാക്കരുത് ഒത്തിരി. അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ കൊടുക്കും. പക്ഷെ അവിടെ തിരിച്ചു കിട്ടാത്ത സ്വന്തം മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും സോറി പറയാൻ മടി കാണിക്കാത്ത ആൾ അനുവേട്ടൻ. ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് താങ്കൾ ഇങ്ങനെ മറ്റേ ഹൈപ്പിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണല്ലേ, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് നൈസായിട്ട് ഒന്ന് സോറി പറഞ്ഞാൽ സോൾവ് ചെയ്യുന്നത് നല്ലത്. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? അനുവേട്ടൻ. ആണോ? നല്ലതല്ല, ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഓക്കെ, ശരി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ആള്? എനിക്ക് കുറച്ച് മറവി രോഗം ഉള്ളതുകൊണ്ട്. ആണല്ലേ? അതെ. ഓക്കെ, ശരി. റെഡി ആയവൻ എവിടെയെങ്കിലും പോകുമ്പോ റെഡി ആവാൻ കൂടുതൽ ടൈം എടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോട്ടെ രാവിലെ എഴുന്നേറ്റ് ആദ്യം ഫോൺ നോക്കുന്നത്? നമുക്ക് അങ്ങനെ വലിയ ഫോൺ ഉണ്ട് ചേട്ടാ, ഉണ്ട്. ഇന്ന് രാവിലെയും കൂടെ കണ്ടതാ. പക്ഷെ ഇത് ഡെയിലി എപ്പോഴും? ഇന്ന് രാവിലെ നിങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി എടുത്തതാ. പാവണ്ട്. അല്ല, നോർമലി എനിക്ക് ഫോൺ നോക്കാറുണ്ട്, മെസ്സേജസ് അങ്ങനെ കുത്തിയിരിക്കത്തില്ല എന്നെ ഫ്രണ്ട്. ഞാൻ കുത്തിയിരിക്കാറുണ്ട്. ആണല്ലേ? പ്രൗഡ്. ഓക്കെ, ആർഗ്യുമെന്റ്സില് വാശി പിടിച്ച് ജയിക്കുന്നതാരാ? ഞാൻ. അതും ഞാൻ. എനിക്ക് പാവം തോന്നി മനുഷ്യനെ പറ്റി. ഞാൻ പറഞ്ഞില്ലേ, ആരോഗ്യത്തിന് വക്കീലാണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ അവിടെ ആർഗ്യുമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ഉണ്ടാവണം.
സൈലന്റ് എങ്കിലും നമ്മൾ തോറ്റെടുക്കും. ആരോഗ്യത്തെ നേരത്തെ പറഞ്ഞില്ലേ, പണ്ടൊക്കെ തോറ്റു വരുമായിരുന്നു, ഇപ്പൊ അങ്ങനെ തോറ്റൊന്നും തരാറില്ല. ഇപ്പൊ വാദിക്കാൻ തുടങ്ങി. ഞാൻ മറ്റേ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ടേ, ഇന്റൻസിറ്റി ഇങ്ങനെ മാറി മാറി ഞാൻ ആ സീരിയലും കൂടെ ചെയ്യുന്നുണ്ട്. ആ സീരിയലിൽ ജീവിക്കാൻ വേണ്ടി അതൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ആണല്ലേ? ഉവ്വ. അടിപൊളി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ആരാ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഡ്രമാറ്റിക് ആയിട്ട് ഞാൻ തന്നെ ആയിരിക്കും. ആ. കുറച്ച് ഡ്രാമ ക്യൂനാ. നിങ്ങളത് ചെയ്തില്ല, അങ്ങനത്തെ മറ്റേ ഡയലോഗ് ഒന്നും പറയാറില്ല. അങ്ങനെയൊന്നും പറയാനില്ല. ഞാൻ പറയും പാവല്ലേ, ഞാൻ എന്റെ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കാൻ നിൽക്കുന്ന ആളോടൊക്കെ സോപ്പിട്ട് പറയും. അതില് നമ്മളങ്ങ് അരിയും. അലിയത്തൊന്നുമില്ല. അടുത്ത പറയും ഞാൻ പാവല്ലേ, എന്റെ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കുന്ന Then, secrets സൂക്ഷിക്കുന്നതിൽ ആരാണ് ഏറ്റവും ബെറ്റർ? അനുവേട്ടൻ. അതെ അതെ. ഭാര്യയിൽ നിന്ന് സീക്രട്ട് അല്ലല്ല. സൂക്ഷിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് വിശ്വസിച്ച് പറഞ്ഞാലും അത് പുള്ളിയുടെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞാൽ വേറെ വെളിയിൽ പോകത്തില്ല. ഞാനാണെങ്കിൽ എന്റെ അമ്മയോട് പറയും, എനിക്ക് സീക്രട്ട് ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യും. അമ്മ എന്നെ വിളിച്ചിട്ട് എനിക്കൊന്നും അറിയത്തില്ല, അപ്പൊ ഞാൻ അങ്ങനെ പറയും. സീക്രട്ട് കീപ്പ് ചെയ്യാൻ അനുവേട്ടനാ കൂടുതലും. ഓക്കെ, ശരി. ഈ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് സ്ഥിരം മറക്കുന്ന ആള്? അങ്ങനെ ഇല്ല, മറവി കൂടുതലുള്ളത് അനുവേട്ടന് അല്ല എനിക്ക്. ഞാൻ ഇല്ല, അത് സമയമായിട്ടില്ലല്ലോ അത് കണ്ടുപിടിക്കാനുള്ള. ഒരാഴ്ച അല്ലേ ആയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് തമ്മിൽ ആർക്കാണ് മറ്റൊരാൾ ഇല്ലാണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോവില്ല എന്നുള്ളത് ഒട്ടും പറ്റാത്ത ആളാണ്? അനുവേട്ടന് ഞാനില്ലാതെ ഒരു ദിവസം പോലും പറ്റത്തില്ല. ആണോ? അതെ, പക്ഷെ ഇപ്പൊ പാടോട്ട് ഞാൻ പാടോട്ട് സഹിക്കുകയാണ്. അല്ലല്ല, ഇപ്പൊ പാടോട്ട് പോവുക. ഞാൻ കോഴിക്കോടല്ലേ ഇപ്പൊ. അപ്പൊ ഗ്യാപ്പ് ഇട്ട് മോർണിംഗ് വരും. നിങ്ങൾ ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരാഴ്ച ആയുള്ളൂ. ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ഒരാൾ മറ്റൊരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാരാണെന്ന് തോന്നുന്നത്? രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട്. വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ ഞാനാണെന്ന്, അവൻ ക്ലെയിം ചെയ്യാൻ അവളാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട്. ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്രയും നിക്കുന്നത്. രണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നതിനപ്പുറം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അതുകൊണ്ട് ഓക്കെ. അല്ലേ പറ. അതെ. അങ്ങനെ ഈ സെഗ്മെന്റ് കഴിയുമ്പോ പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു പാവ മനുഷ്യനാണ്. അത് പാവമൊന്നല്ല, ഞാൻ പറഞ്ഞത് പാവം അല്ലാതല്ല. ഇല്ല, ഈ വഴക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അതൊക്കെ വേണമല്ലോ. അതൊക്കെ ഉണ്ടെങ്കിൽ രസമുള്ളൂ. അതെ, ഞാൻ ഒരു കേസ് ചോദിക്കട്ടെ. അതായത് നിങ്ങൾ നേരത്തെ ഈക്വലി രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് വേണം എന്ന് പറയുന്നു. ഈ ഈക്വാലിറ്റി ആണോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നതാണോ? ഏതാണ് ഏറ്റവും? കോംപ്ലിമെന്റ് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആണ്. ഇക്വാലിറ്റി ഇൻ ദി സെൻസ് ഞാൻ പറയട്ടെ, ഒന്നാമത് ഇപ്പം ഇൻഡിപെൻഡന്റ് ആവണം നമ്മള്. അതായത് എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാതെ കല്യാണം കഴിക്കാൻ പോകരുത്. അത്രേ ഉള്ളൂ, ആണായാലും പെണ്ണായാലും. കാരണം ഇപ്പൊ എല്ലാരും പറയും ആണിന് ജോലി ഉണ്ടല്ലോ, ഈ പെൺകുട്ടി അവര് നോക്കും. പക്ഷെ എത്രയൊക്കെ ഇത് പറഞ്ഞാലും, ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുന്നല്ല, എത്രയൊക്കെ പറഞ്ഞാലും നാളെ എനിക്കൊരു ലിപ്സ്റ്റിക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ചോദിക്കും, എനിക്കൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചു തരോ? 2 വട്ടം മേടിച്ചു തരുമായിരിക്കും. 3ാമത്തോടെ ചോദിക്കും, നിനക്ക് എന്തിനാ ലിപ്സ്റ്റിക്ക്, നിനക്ക് 2 ചോദിച്ചു. അങ്ങനെ പുള്ളി ചോദിക്കുന്നല്ല, ഞാൻ പൊതുവേ ഒരു ആണായാലും പെണ്ണായാലും ചോദിക്കും അല്ലേ. ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് മെയിൻ സംഭവം പറഞ്ഞത്. പിന്നെ മെയിൻ കോൺസെപ്റ്റ് എന്താണ്, നമ്മുടെ കല്യാണം നമ്മൾ നടത്തണം. അതാണ് ഞങ്ങൾ അതാണ് ടൈം എടുത്ത് കല്യാണം കഴിച്ചത്. അതായത് 2 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, മൊത്തം 3 വർഷമാണ്. അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചു, എനിക്ക് 24 ആവുന്നേ ഉള്ളൂ, ചോദിച്ചു നേരത്തെ എന്തിനാ കല്യാണം കഴിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്റെ കല്യാണം നടത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് മറ്റുള്ളവർക്ക് അതാണ് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ കല്യാണം നടത്താനുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ ചെലവിൽ എന്തിനാണ് നടത്തുന്നത്? ലാസ്റ്റ് അവര് ബാധ്യത ഉണ്ടാക്കും. ആരും ഒരു ബാധ്യത എടുക്കാതെ, ഒരു ലോൺ എടുക്കാതെ, ഒന്നും എടുക്കാതെ നമുക്ക് പറ്റുന്നെങ്കിൽ പറ്റുന്ന രീതിയിൽ മതി. നമുക്ക് നടത്താൻ പറ്റുമെങ്കിൽ നമ്മുടെ കല്യാണം നടത്തുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം കടം മേടിച്ചിട്ടൊക്കെ ആണെങ്കിൽ എത്ര നാൾ ആ റിലേഷൻഷിപ്പ് പോകും? നാളെ അതിന്റെ പേരിലായിരിക്കും ആ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കല്യാണം സ്വന്തമായിട്ട് നടത്തിയ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന്. പിന്നെ രണ്ടാമത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇപ്പൊ നാളെ ആണെങ്കിലും ഇപ്പൊ ഒരു റിലേഷൻ എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല, കുറേ കാര്യങ്ങൾ വരും. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. രണ്ടുപേരും സ്റ്റേബിൾ ആണെങ്കിൽ ഓക്കെ. നമുക്കിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പൊ പുള്ളിക്ക് ഒരു ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ളത് എനിക്ക് വേണം. സീരിയലിൽ അഭിനയിച്ച് ഒത്തിരി പൈസ ഉണ്ടാക്കി അങ്ങനെയൊന്നുമല്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമോ നമുക്ക് ഉറപ്പാണ്. അപ്പൊ നാളെ പുള്ളി നമുക്ക് ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പോകാൻ പറ്റുന്ന അത്രയും മതി, അത്രേ ഉള്ളൂ. ഒന്ന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, രണ്ടാമത് മ്യൂച്വൽ റെസ്പെക്ട്. ഇപ്പൊ എന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഇപ്പം പുള്ളിക്ക് അത് പുള്ളിയെടുത്ത് പറഞ്ഞാൽ മനസ്സിലാവണം. അല്ലാതെ എന്നെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ടാണ് നീ ആ പ്രോബ്ലം ഉണ്ടാക്കിയത്, നീ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന്നൊരു എനിക്കൊരു സ്ട്രെസ് റിലീഫായിട്ട് ഒരാളെ കിട്ടും.
അതാണ് ഒരു റിലേഷൻഷിപ്പിന് മെയിൻ ആയിട്ട് വേണ്ടത്. ഒന്ന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, രണ്ടാമത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് ഇക്വാളിറ്റി പറഞ്ഞത്. ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അത് അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന ഒരു കാര്യം. രണ്ടാമത് റെസ്പെക്ട്. പിന്നെ എന്താ ബാക്കി പറ, ഞാൻ ഇരുന്ന് പറയുമല്ലോ. അതാണ് മെയിൻ ആയിട്ട് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ലവ് ഉണ്ട്. ഞാൻ പറയട്ടെ, എല്ലാവരും പൈസ ഉണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ പൈസ വേണ്ട, പൈസ ഉണ്ടെങ്കിൽ പൈസ തന്നെ വേണം, അല്ലേ? ഒരാള് സ്നേഹം പോവും, സത്യമാണ്. അല്ല, ഒത്തിരി പേര് പറയുന്നത് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കും. എങ്ങനെ ജീവിക്കും? ഒത്തിരി ഇൻഗ്രീഡിയൻസ് വേണ്ട ഒരു സാധനമാണ്. കുറെ കാര്യങ്ങൾ മണി ഈസ് ഇമ്പോർട്ടന്റ്, മണി ഈസ് അൾട്ടിമേറ്റ്. ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ അവിടെ സ്നേഹമില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് മെയിൻ. ഇൻഡിപെൻഡന്റ് ആവുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് കല്യാണം കഴിക്കുക. നമുക്ക് നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ. നാളെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം, അല്ലേ? അതാണ് മെയിൻ. പിന്നെ രണ്ടാമത് റെസ്പെക്ട്. രണ്ടുപേരും റെസ്പെക്ട് ചെയ്യുക, പ്രൊഫഷനെ റെസ്പെക്ട് ചെയ്യുക. നാളെ പറയരുത് നീ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിന്റെ ജോലി നീ വേണ്ടെന്ന് വെക്കുക. അതിൽ റൈറ്റ് ആർക്കും ഇല്ല. അപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, അല്ലാതെ വീട്ടുകാരുടെ ആവശ്യമൊന്നും അല്ല. നാളെ ആരും കൊണ്ട് തരത്തില്ല, നമുക്കുണ്ടെങ്കിലേ നമുക്കുള്ളൂ. ഇൻഡിപെൻഡന്റ് ആയിരിക്കുക, റെസ്പെക്ട് വേണം, പിന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇച്ചിരിയും കൂടെ സ്നേഹിക്കുക, അത്രേ ഉള്ളൂ. അവർ തന്നെ സ്നേഹം വന്നോളൂ. അപ്പൊ ഇന്നത്തെ അവസാനത്തെ ഒരു സെഗ്മെന്റിലൂടെ നമുക്ക് പോവാം. ഓക്കെ, ഈ സെഗ്മെന്റിന്റെ പേര് വെഡിങ് സ്റ്റോറീസ് ആണ്. നിങ്ങളുടെ വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മോസ്റ്റ് ടെൻസ്ഡ് മൊമെന്റ് ഡ്യൂറിംഗ് ദ വെഡിങ്. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ഈ ഒരു കാര്യത്തിലാണ് കല്യാണം. എനിക്ക് ടെൻഷൻ അടിച്ചതെന്നറിയോ? ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്റെ ചേച്ചിയെ കാണാനില്ലായിരുന്നു. ആ ടൈം കാണാൻ, കാരണം എവിടെയായിരുന്നു, ആരുടെയോ കയ്യിലായിരുന്നു, വല്യമ്മ ആരോ നോക്കുമായിരുന്നു. ആ ടൈം ഫുഡ് കഴിച്ച സമയത്ത് കണ്ടില്ല. അപ്പൊ നമ്മള് കഴിക്കുമ്പോഴത്തേക്ക് അമ്മ പറഞ്ഞായിരുന്നു കുറച്ച് ഫുഡ് നേരത്തെ കൊടുത്തു എന്ന്. പക്ഷെ ആ ടൈം വയ്യായിരുന്നു. അന്ന് തലേ ദിവസം നൈറ്റ് ഭയങ്കര ഷിവറിംഗ് ആയിരുന്നു. അപ്പൊ എനിക്ക് പേടിയായിരുന്നു, കാണാതായോണ്ട് എവിടെയാന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ രണ്ടാമത് എന്റെ അമ്മയെ കാണാനില്ലായിരുന്നു. എന്റെ അമ്മ ആക്ച്വലി നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമല്ലോ, മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ അമ്മയെ നോക്കിയിട്ട് അമ്മയെ കാണാനില്ല. അമ്മ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുക. എന്നിട്ട് തിരിച്ച് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ ഇവിടെ എല്ലാവരും എന്തിനാ ടെൻഷൻ അടിച്ചിരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോവാ അനൂപാട്ടിന്റെ വീട്ടിൽ. ഓ ഇതായിരുന്നെങ്കിൽ ഞാൻ ബാക്കിയും കൂടി തൊഴുതിട്ട് വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ ടെൻഷൻ അടിച്ചത്. ഞാനൊന്ന് സമാധാനിച്ചു വരുമോ നീ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നീ എന്നെ കാത്ത് നിൽക്കുവാന്നൊക്കെ. നമുക്ക് ഏറ്റവും ടെൻഷൻ എന്തായിരുന്നു? ഇതന്നെയായിരുന്നു ഫസ്റ്റ്. ലക്ഷ്മിയുടെ നമ്മൾ ഒരുമിച്ച് കഴിക്കാനിരുന്നത്. ആ സമയത്ത് അവളെ കാണാനായിരുന്നു. രണ്ടാമത് അമ്മ ഇറങ്ങുന്ന സമയത്തും വേറെ അങ്ങനെ ടെൻഷൻ ആയിട്ടുള്ളത് എല്ലാം കരഞ്ഞത് കണ്ടപ്പോഴും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഓക്കെ, അടുത്തത് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് വെഡിങ്ങിന്. താലി കെട്ടിയത് തന്നെയാണ്. ഓക്കെ, അത് ഞാനും ഗസ്റ്റ് ചെയ്ത ആൻസർ. സോ കൺഫ്യൂഷൻ ഹാപ്പൻഡ് ഓൺ ചൂസിങ് കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ് ഓർ ആക്സസറീസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് വേണ്ട അങ്ങനെ ചൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. കാരണം എന്റെ വാശിയായിരുന്നു കല്യാണത്തിന് ഗോൾഡ് ഇടില്ലാന്ന്. എനിക്ക് നോ ഗോൾഡ് മാരേജ്, അതെ ഓഫ് കോഴ്സ്, എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. കാരണം നോ ഗോൾഡ് മാരേജ് ഓപ്റ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പം സപ്പോർട്ടും ചെയ്തു. നീ വേണ്ടെങ്കിൽ ഇടണ്ട, അത്രേ ഉള്ളൂ. ഒന്നാമത് എൻ്റെ ഇല്ല, രണ്ടാമത് ഇടേണ്ട കാര്യമില്ല. കാരണം അതിനൊരു റീസൺ ഉണ്ട്. മെയിൻ ആയിട്ടും ഇന്നത്തെ കാലത്ത് ഒന്നാമത് സ്വർണത്തിന്റെ പൈസ ഭയങ്കര കൂടുതലാണ്. അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറെ ഫാമിലീസ് ഉണ്ട്. ഇപ്പം ബീങ് ആൻ ആർട്ടിസ്റ്റ്, നമുക്ക് ആരെങ്കിലും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ്. അത്രയും ലോ ആയിട്ടിരിക്കുന്ന ഒത്തിരി ഫാമിലീസ് ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഒരു പെൺകുട്ടി പറഞ്ഞ പാർവതിയുടെ കല്യാണത്തിന് പാർവതി ഇട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മുടെ കല്യാണത്തിന്? അങ്ങനെ ഒരു സെലിബ്രിറ്റി ലൈഫിന്റെ അത്രയും ആണെന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു ആള് ഇടാതിരിക്കുമ്പോൾ നമുക്ക് ഇടാതിരിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ട അത്രയും നല്ലതാണ്. ഞാൻ പറഞ്ഞു, എന്നോട് മീഡിയ എന്തായാലും ചോദിക്കും ഗോൾഡ് എവിടുന്നാണ്, ഞാൻ പറയും ഗോൾഡ് അല്ല റെന്റലാണ്. റെന്റലിട്ടും കല്യാണം നടത്തിക്കൂടെ? നടത്തണമെങ്കിൽ ഏത് കല്യാണം എവിടെ വെച്ച് നടത്താം, അത്രേ ഉള്ളൂ. അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ആ കോസ്റ്റ്യൂമിന് ചേരുന്ന ഓർണമെന്റ്സ് പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. ടെമ്പിൾ അല്ല, ഒരു മിക്സ്ചർ ഓഫ് ആന്റിക് ആൻഡ് ടെമ്പിൾ, അത്രേ അതായിരുന്നു. അതും ഞങ്ങൾ അമേലിയിൽ നിന്നാണ് എടുത്തത്. അപ്പൊ അവിടെ പോയി കൊറേ പാടുപെട്ടു അത് കണ്ടുപിടിക്കാനായിട്ട്. അത് വലിയൊരു ടക്കെന്ന് പോയി സെറ്റ് ചെയ്തു. സർപ്രൈസ് എൻട്രി ഓഫ് എ ഗസ്റ്റ് ഡ്യൂറിംഗ് വെഡിങ് ഡേ, അങ്ങനെ ഞാൻ ഷാമേട്ടൻ കല്യാണത്തിന് വന്നില്ല, അത് ഞാൻ വിട്ടുപോയി. റിസപ്ഷന് ഷാമേട്ടൻ വരും എന്ന് വിചാരിച്ചില്ല. കാരണം ശ്യാം മനസ്സിലായോ, സ്വാസികയുടെ ബ്രദർ. ഞങ്ങള് വർക്ക് ചെയ്തിട്ടുണ്ട് പൂക്കാലം സീരിയല്. അപ്പൊ ഷാമേട്ടൻ കല്യാണത്തിന് വരാത്തോണ്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഷാമേട്ടനെ കണ്ടില്ലല്ലോ, അപ്പൊ എന്നോട് വരുമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ വിട്ടുപോയി, തിരക്കിന്റെ ഇടയിൽ വിട്ടുപോയി. റിസപ്ഷന് പ്രത്യേകിച്ച് എൻട്രി വന്നപ്പോഴേക്കും ഭയങ്കര സർപ്രൈസ്. കാരണം ഞങ്ങളുടെ എല്ലാ വീക്ക് മൂവ്മെന്റ്സും കണ്ട ഒരാളാണ്. ഒന്ന് ഷാമേട്ടനും പിന്നെ അമീനിക്കയും. അമീൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും വന്നപ്പോ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. വരും എന്നറിയാം, പക്ഷെ വരുമ്പോ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഞങ്ങളുടെ എല്ലാ മൂവ്മെന്റ്സും കണ്ടിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പൊ വരുമ്പോ ഭയങ്കര സന്തോഷമാണ് അവരുടെ രണ്ടുപേരുടെ.
വെഡിങ് ഡേയിൽ? വെഡിങ് ഡേയുടെ തലേ ദിവസം ഗിഫ്റ്റ് കിട്ടിയായിരുന്നേ. അത് എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, ചേച്ചി എനിക്ക് ഈ കൊലുസ് മേടിച്ചു തന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അവള് മേടിച്ചു തരുമെന്ന്. പിന്നെ അൺഎക്സ്പെക്ടഡ് മൊമെന്റ് ഓൺ ദ വെഡിങ്? എല്ലാവരും അവസാനം ഡിജെക്ക് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു. എല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും കൂടെ പുള്ളിയുടെ ഫാമിലിയിലും എന്റെ ഫാമിലിയിലും അടിപൊളിയായിട്ട് ആ പ്രോഗ്രാം കളറാക്കി. നോർമലി നമ്മൾ കല്യാണം റിസപ്ഷൻ പോകുമ്പോൾ ഏജിൽ ഒരു 9 മണി 10 മണിയാകുമ്പോൾ ആൾക്കാർ കുറഞ്ഞല്ലേ വരുന്നത്. നമ്മളത് കൂടി അവസാനം വരെ ഫുൾ ആളായിരുന്നു ആ ഒരു ഹോൾ മൊത്തം. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എല്ലാവരും നല്ല കൂടെ നിന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഒരു വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു പ്രണയം എത്ര വർഷം ഉണ്ടായിരുന്നു? 3 ഇയേഴ്സ് അല്ലേ? എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 2 ഇയേഴ്സ് വരുന്നു. 2.5 ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് തന്നെ ഉണ്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 2 ഇയർ ആവാൻ പോകുന്നേ ഉള്ളൂ. ഏപ്രിൽ ആവുമ്പോൾ 2 ഇയർ ആവും. 2024 ഓക്കെ. അപ്പോ ഒരു ലോങ് വെയിറ്റിംഗ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെയോ നിങ്ങൾ തമ്മിൽ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇതെന്റെ ഗ്രൂമായിട്ട് കാണണം അല്ലെങ്കിൽ ഇതിന്റെ ബ്രൈഡായിട്ട് കാണണം എന്നുള്ളത്. അപ്പോ ആദ്യം നിങ്ങള് കാണുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതായത് വധുവിന്റെ വേഷത്തിൽ ഇട്ട് വരികയാണ് അല്ലെങ്കിൽ ഗ്രൂമായിട്ട് റെഡിയായി വരികയാണ്, ആ ഒരു മൊമെന്റ് ഒന്ന് പറയാം, ഭയങ്കര ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ഒരു മൊമെന്റ് നമ്മുടെ ഇവിടെ രാവിലെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ശ്രീവരാഹ അമ്പലത്തിൽ. അപ്പൊ ഞാൻ അതിന്റെ പേയ്മെന്റ് ചെയ്യണം നമ്മൾ ഫോട്ടോഷൂട്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം മുകളിൽ പടി ഇറങ്ങി ശ്രദ്ധിച്ചില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് പെട്ടെന്ന് പുള്ളിക്കാരി വരുന്നു. ഞാനിങ്ങനെ സർപ്രൈസ് ആയി. കാരണം ഭയങ്കര ഭംഗിയായിട്ട് നല്ല ഓർണമെന്റ്സ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യാനൊക്കെ പോയി. പക്ഷെ നമ്മളിതെല്ലാം സെപ്പറേറ്റ് ഓർണമെന്റ് സെപ്പറേറ്റ്, സാരി സെപ്പറേറ്റ് അല്ലേ കണ്ടിട്ടുള്ളൂ. ഈ ഓൾ ഓവർ മേക്ക് ഓവർ കണ്ടില്ലല്ലോ. വന്നാണ് കാണുന്നത് ഇത് ഫുള്ള് എടുത്ത് റെഡിയായി വന്നത്. അപ്പോൾ ഭയങ്കര സർപ്രൈസ്. കാരണം നല്ല ഭംഗിയായിരുന്നു. അതിനിടയ്ക്ക് ഒരു റീസൺ ഉണ്ട്, ഞാൻ പറയട്ടെ. ഞങ്ങള് ഓർണമെന്റ്സിന്റെ കല്യാണത്തിന് അന്ന് രാവിലെ ഭയങ്കര അടിയായിരുന്നു. കാരണം ചേട്ടൻ പറഞ്ഞ ഒരു ഓർണമെന്റ് അല്ല ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓർണമെന്റ് എടുത്ത് വെച്ചു. അത് ഇട്ട് നോക്കിയപ്പം ഹി വാസ് റൈറ്റ്. ചേട്ടൻ സെലക്ട് ചെയ്ത ഓർണമെന്റ്സ് ആയിരുന്നു നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കല്യാണത്തിന് എന്റെ ഇഷ്ടത്തിനേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വന്നതാ. പുള്ളി ആഗ്രഹിച്ച പോലെ കണ്ടപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റ്, കൊള്ളാലോ നീ ഇതൊക്കെ ഇട്ടല്ലോ, ആ ഒരു ഇത് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ ഇട്ടെ. എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ആ ഒരു സംഭവം ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ അന്തം വിട്ടൊക്കെ ഷോക്ക് അടിച്ച് നിൽക്കുന്നു. തിരിച്ച് എനിക്ക് റിസപ്ഷൻ അറ്റയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കല്യാണത്തിനെ കാട്ടി റിസപ്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. നമ്മളൊന്നിച്ചാ പോയി സെലക്ട് ചെയ്തത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരെണ്ണം നോക്കി, ഞാൻ ഇത് നോക്ക് കൊള്ളാമോ നോക്കിയിട്ട് അങ്ങ് ആ ടൈം ഇട്ടതാ. അതിനുശേഷം ആ ഡ്രസ്സിന്റെ കൂടെ പെയറായി വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്നെ കോസ്റ്റ്യൂമിനെ കാട്ടിയും അനുബാട്ടന്റെ കോസ്റ്റ്യൂം മാച്ച് ആവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോ അത് അടിപൊളിയായിരുന്നു. ഒരു മേക്കപ്പും ഉണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു അറ്റയറിൽ തന്നെ വന്നേ. അത് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയൊക്കെ നോക്കിയത് കൊള്ളാലോ, ഭംഗിയുണ്ടോ? വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ബ്രോ എനിക്ക് പ്രോമിസ് ചെയ്യണം, ബ്രോ ആക്ടിംഗ് ബേസ്ഡ് ആയിട്ടുള്ള റീൽസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് ചെയ്യുമല്ലോ. ഇനി നമ്മൾ കാണുമോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സിൽ നിങ്ങളുടെ കൊളാബ്സ്. ഓക്കെ, അപ്പൊ ആക്ടിങ്ങിലോട്ട് മെല്ലെ വരും. നമുക്ക് അത് ട്രൈ ചെയ്യാം. ഒരു ലൈഫല്ലേ ഉള്ളൂ. ചേട്ടൻ അഭിനയിക്കോ? ഓക്കെ, അപ്പോ എന്താ പറയാ, നിങ്ങളുടെ ലവ് ലൈഫ് വാസ് സോ ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞിട്ട് ഈ ഒരു 1 വീക്കും അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അത് എടുത്തു പറയണം. നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ ഈ സ്നേഹവും സന്തോഷവും അണ്ടർസ്റ്റാൻഡിങ്ങും ഇക്വാലിറ്റിയും കോംപ്ലിമെന്റിങ്ങും ഇതെല്ലാം ത്രൂ ഔട്ട് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ, മാരേജ് എന്ന് പറയുന്ന ഒരു ജേർണി തന്നെയല്ലേ. സോ ആ ഒരു ജേർണിയിൽ അങ്ങനെ തന്നെ പോട്ടെ. ഈ എക്സ്റ്റേണൽ ആയിട്ട് ബാക്കിയുള്ളവരുടെ ഒരുപാട് ഇന്റർഫിയറൻസും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാണ്ട് കണ്ണു തട്ടാൻ ചാൻസ് ഉള്ള കപ്പിൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ കണ്ണു തട്ടാണ്ട് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ആൻഡ് അഭിനയത്തിൽ 2 പേർക്കും ഇനി വരാൻ പറ്റട്ടെ. ബ്രോയ്ക്കും പറ്റട്ടെ, ഇനി നമുക്ക് സിനിമയിലൊക്കെ കാണാൻ പറ്റട്ടെ. സോ എല്ലാം നല്ല അടിപൊളിയായിട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസ് പറയുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകട്ടെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ സ്നേഹ സമ്മാനം, ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഭാഗത്തുള്ളതുണ്ട്. ഓക്കെ, സോ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. ഓക്കെ, ഇത് ഒരു കസ്റ്റമൈസ്ഡ് ഹാമ്പർ ആണ്, ക്രാഫ്റ്റഡ് ബൈ ഹാമ്പർ ക്ലീൻ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പോട്ടെ, ഹാപ്പി ആയിട്ട് പോട്ടെ. ഹാപ്പി എന്താ പറയാ, ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.